വെൽക്കം ടു ട്രൈ റൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. നോക്കിയാൽ കാണാം, ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ഇന്നലെ മാർക്കറ്റ് ഇറങ്ങി വന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന നിലയിലേക്ക് മുകളിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കിയാൽ കാണാം, ഒരു റെസിസ്റ്റൻസ് ഏരിയയും കാണാം. നോക്കിയാൽ കാണാം, ആ ഏരിയയിൽ പലതവണ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടും റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് ഫോർവേഡിലേക്ക് പോവാം. ഫോർവേഡിൽ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് എത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വന്നത്. ഈ ഒരു ലോയിന്, ഈ രണ്ട് ക്യാൻഡലിൻ്റെ ലോയിന് എടുത്തു കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു സിംഗിൾ ലോയിന് എടുത്തു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ട് ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ബൈങ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എവിടം വരെ പോകുമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഫോർവേഡിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു ബ്രേക്ക് തന്നൊരു ഏരിയയാണ്. ആ ഏരിയയിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും അത് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ആ ഒരു ഇംബാലൻസിലേക്ക് വീണ്ടും മാർക്കറ്റ് എത്തിപ്പെടുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഫോർവേഡിലെ മറ്റു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. മാർക്കറ്റ് ഇവിടെ നിന്നാണ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ദൂരമുണ്ട് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തൊട്ട് മുകളിൽ വേറെ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കാം. മുകളിലോട്ട് വരുന്ന സമയത്ത് ഈ നേരത്തെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏരിയ വരച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യാം നമുക്ക്. അതിൻ്റെ അവിടെയും നോക്കിയാൽ കാണാം, ഒരു ബ്രേക്ക്ഔട്ട് തന്ന് മുകളിലോട്ട് പോയൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടാം. ഇത്രയാണ് 4 ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് വേറെ എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ കാണുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നിട്ട് ഇവിടെ നിന്നാണ് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവിടെ നിന്ന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് സെല്ലിംഗ് ക്യാൻഡിൽ വന്നിട്ട്, പക്ഷെ പിന്നെ അവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് സോൺ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. 1 ഹവറിൽ ഓൾറെഡി 4 ഹവറിൽ മാർക്ക് ചെയ്ത് വെച്ചാണ്, പക്ഷെ 1 ഹവറിൽ കൂടിയിട്ട് ഒന്ന് നോക്കി വെക്കുക. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് 1 ഹവറിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് 1 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ്. പിന്നെ നോക്കിയാൽ കാണാം, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇംബാലൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എനിവേ, ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഇംബാലൻസിലേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ നല്ലൊരു ബെയറിഷ് മർവസോ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു സെല്ലൻട്രി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു സെല്ലൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ടാർഗറ്റ് വീണ്ടും ഈ ലോയിലേക്ക് വെക്കാം, ഈ ലോ വരെ വെക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടി മുകളിലോട്ട് കയറിപ്പോയാലും ഏറെക്കുറെ നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന ഒരു ഏരിയയിലേക്ക്, ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഒക്കെ കിട്ടുകയാണെങ്കിലും അതിനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ചെറിയൊരു സെല്ലിന് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കയറി പോകുന്ന ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് കയറി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്കായിരിക്കും മാർക്കറ്റ് മിക്കവാറും മൂവ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ ഒരു ഇംബാലൻസിലേക്കോ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിലേക്കോ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വരുന്ന സെല്ലിംഗ് ഒക്കെ ചെറിയ രീതിയിലുള്ള സെല്ലിങ്ങിലേക്ക് മാത്രം നോക്കിയാൽ മതി, വലിയ സെല്ലിംഗ് എടുക്കാതിരിക്കുക. ഇതാണ് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ ഇതുപോലൊരു വലിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് റീടെസ്റ്റിന് വരിക എന്ന് പറഞ്ഞാൽ റീടെസ്റ്റിന് വരുന്ന ഒരു വീക്ക്നെസ്സോട് കൂടിയായിരിക്കണം റീടെസ്റ്റിന് വരിക. സ്ട്രോങ് ക്യാൻഡിലോട് കൂടി റീടെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ചിൻ്റെ താഴെ വീണ്ടും സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ല, ചെറിയ രീതിയിലാണ് മാർക്കറ്റ് വരുന്നത്, ഒരു വീക്ക്നെസ്സോട് കൂടിയാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വരെയൊക്കെ മാക്സിമം വയ്ക്കാൻ ശ്രമിക്കുക. അതിൻ്റെ മുകളിലോട്ട് വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. അവിടെ എത്തിയിട്ട് വലിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഒരു പക്ഷേ ചെറിയൊരു വീക്ക്നെസ് വീണ്ടും കാണിക്കാം, എന്നിട്ട് അവിടെ നിന്ന് ഒരു കണ്ടിന്യൂഷൻ കിട്ടാം. ഒരു കണ്ടിന്യൂഷൻ റെസിസ്റ്റൻസ് വരെ എത്താനുള്ള സാധ്യതയുണ്ട്. അതും നോക്കുന്നത് നന്നായിരിക്കും. ഇനി മറ്റൊരു കൺഫർമേഷൻ കൂടി നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ട്രെൻഡ് ലൈൻ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് പിന്നെ ഒരു റിയാക്ഷൻ വരിക അല്ലെങ്കിൽ റീടെസ്റ്റിന് വരുന്ന സമയത്ത് ഏറെക്കുറെ ഈ ഒരു ഏരിയനെ ഒരു സപ്പോർട്ടാക്കി എടുത്തിട്ട് അവിടെ നിന്ന് ഒരു ബൈ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഒരുപക്ഷെ റീടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടുന്നാണ് റീടെസ്റ്റ് വരുന്നതെങ്കിൽ ഈ എൻട്രി പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒരുപക്ഷെ നന്നായി താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അല്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് റീടെസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്നതെങ്കിൽ ഇവിടം വരെ ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോയിട്ട് ഏറെക്കുറെ ഈ ഒരു ഏരിയ വരെ ഒരു ടാർഗറ്റ് വെക്കാം. അങ്ങനെയാണ് ഒരു ബൈ എൻട്രിയുടെ ചാൻസ് കാണുന്നത്. എനിവേ ബൈ എൻട്രി എടുക്കുമ്പോഴും സൂക്ഷിച്ചെടുക്കണം. മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്നിരുന്നാലും അതിനനുസരിച്ചുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ ഒരുപക്ഷെ റീടെസ്റ്റിനായിരിക്കാം ഇപ്പോൾ മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ കീ ഏരിയാസിൽ എത്തുന്ന സമയത്ത് നോക്കിയും കണ്ടു കൃത്യമായി കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ബൈ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീ ഏരിയാസിൽ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.